അധികം ശ്രദ്ധയോ വളവോ ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാട്ടോ ഈ റെഡ് കളറുള്ളത്. ഇതിൻ്റെ പേരെന്നാന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നമ്മുടെ റോസ ഒരു 20 ദിവസം മുമ്പേ ഒരു വെട്ടിയായിരുന്നല്ലോ. അപ്പോൾ ആ വെട്ടിയവനെ ഒന്നും തിരിച്ച് നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചാലോ. പെരുമഴയൊക്കെ ഒന്ന് മാറിയ സ്ഥിതിക്ക് നമുക്ക് ഇനി പുറലോകമൊക്കെ കാണിച്ചില്ലെങ്കിലേ ചെടിയൊന്ന് ഉഷാറായി വരണമെങ്കിലും പൂവിടണമെങ്കിലും ചെറിയ തോതിലെങ്കിലും ഒരു വെയിൽ വേണമല്ലോ. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മുടെ റോസ് ചെടിക്ക് ഒരു ചെറിയ മാറ്റം അങ്ങ് കൊടുത്താലോ എന്നോ. അതുമാത്രമല്ല സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നീളം വെക്കും, പൂവ് അധികം വരികയില്ല, അതുപോലെ ഇലയാണേലും ഒത്തിരി ഉണ്ടാകത്തില്ല. എല്ലാം പനി പിടിച്ചിട്ട് ഇലയൊക്കെ പൊഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വരാൻ ഞാൻ കുറച്ച് ചാണകവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തായിരുന്നു ആടമഴ ഇല്ലാത്ത സമയം നോക്കിയിട്ട്. പെരുമഴയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ജൈവവളമാണേലും അധികം കൊടുക്കരുത് കേട്ടോ. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിക്ക് ചീച്ചിലൊക്കെ വരും. വലിയ മഴയൊന്നുമില്ല, ഇടയ്ക്ക് ഒന്നും രണ്ടും മഴയൊക്കെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയുള്ളപ്പോഴാണെങ്കിൽ നമുക്ക് ചെടി പുറത്ത് ഇതുപോലെ വിൽക്കുകയും ചെയ്യാം. ഇവിടെ പൊതുവേ ഇച്ചിരി മഴ കൂടുതലുള്ള സ്ഥലം കൂടി ആയതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ബഡ് റോസൊക്കെ ഒന്ന് മാറ്റി വെച്ചത്. ഇനിയിപ്പോൾ പെരുമഴ വരികയിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മുടെ പൂവൊക്കെ ഒന്ന് കാണണമല്ലോ. അപ്പം നമ്മൾ അന്ന് ആ വെട്ടിയ റോസ് കമ്പാട്ടോ ഇപ്പോൾ ഈ കാണുന്നതല്ല. അതിനൊപ്പം തന്നെ ഞാൻ ആ എല്ലുപൊടിയും ചാണകപ്പൊടിയും അങ്ങനത്തെ ആ ഐറ്റംസുകളൊക്കെ ഇട്ടപ്പം അതിൻ്റെ കൂടെ കുറച്ച് രാസവളം കൂടി ഇട്ട് ചേർത്തായിരുന്നേ. അതുകൊണ്ട് തന്നെയാണ് ചെടി ഇത്ര ഉഷാറായിട്ടും നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ചെടി കയറി വരുന്നത്. കാരണം നമ്മൾ DAP വളം കൂടി ആയിരുന്നല്ലോ ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇനി കാര്യപ്പെട്ട വളത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇനി അത്യാവശ്യം ഒരു ചെറിയ തോതിലാണെങ്കിലും കുറച്ച് വെയിലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചെടി അങ്ങ് പോകുന്നോളും, നല്ലപോലെ പൂവ് കിട്ടുള്ളൂ കേട്ടോ. DAP വളം ഇട്ടിട്ട് പോലും പൂവിടുന്നില്ലാത്ത റോസ് ചെടിയാണെങ്കിൽ ലാസ്റ്റ് കൈ എന്ന് പറഞ്ഞാൽ ഒറ്റ പരിപാടിയും കൂടി ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്സം സാൾട്ട് എന്ന് പറഞ്ഞത്. അത് വളരെ നേർത്ത പഞ്ചസാര തരി പോലെ ഇരിക്കുന്ന ഒരു വെളുത്ത ഒരു സംഭവം. അപ്പോൾ അതുണ്ടല്ലോ കുറഞ്ഞ അളവിൽ ഒരു 1/4 ടീസ്പൂൺ പോലും പാടില്ല, അത്രയും കുറഞ്ഞ അളവിൽ നല്ല മൂത്ത വലിപ്പമായ റോസാ ചെടിക്ക് കുറച്ച് വീതം ഇട്ട് അന്നേരം തന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏത് പൂക്കാത്ത റോസയും പൂത്തിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ. എന്തായാലും നിങ്ങൾ ഇതൊന്നും പൂ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം നേഴ്സറിക്കാരൊക്കെ പ്രധാനമായിട്ടും ചെയ്യുന്നൊരു വളമാണ് DAP വളമാണെന്ന് പറഞ്ഞാലും അതിനേക്കാളും വലിയ മുന്തിയനമാട്ടോ ഇവൻ. എന്തായാലും ഈ ഒരു വളം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പൂത്തിടണം. ഈ ചെടിയുടെ പേരെന്നോട് ചോദിച്ചായിരുന്നു. ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, പക്ഷെ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് പല പേരുണ്ടെങ്കിലും ഇവിടെ പറയുന്ന മൂട്ടിപ്പുളി എന്നാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാനും കഴിക്കട്ടെ.